ഗസയിൽ ഫീൽഡ് ആശുപത്രി ആരംഭിച്ച കുവൈത്ത്. ശസ്ത്രക്രിയാ വിഭാഗം, ബർത്ത് ക്ലിനിക്, ഡെന്റൽ സെന്റർ, അത്യാഹിത വിഭാഗം, ലബോറട്ടറി, റേഡിയോളജി, ഫാർമസി തുടങ്ങിയ സേവനങ്ങളും 60 കിടക്കകളുമാണ് ആശുപത്രിയിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. ഇസ്രായേൽ ആക്രമണത്തിൽ പരിക്കേൽക്കുന്ന ഫലസ്തീനികളെ സേവിക്കാനുള്ള ഉത്തരവാദിത്തമാണ് ആശുപത്രി തുറക്കാൻ കാരണമെന്ന് കുവൈത്ത് സ്പെഷ്യലൈസ്ഡ് ഹോസ്പിറ്റൽ ഡയറക്ടർ ഡോക്ടർ സുഹൈബ് അൽ ഹംസ് പറഞ്ഞു. ഇസ്രായേൽ റഫയെ ആക്രമിച്ചതിന് ശേഷമാണ് ആശുപത്രി സ്ഥാപിക്കാനുള്ള തീരുമാനമെടുത്തതെന്നും ഡോക്ടർ അൽ ഹംസ് വിശദീകരിച്ചു. ആഗോളതലത്തിൽ മനുഷ്യാവകാശ സംരക്ഷണം ഉറപ്പാക്കാൻ രാജ്യങ്ങൾക്കിടയിൽ യോജിച്ച പ്രവർത്തനം അനിവാര്യമാണെന്ന് UAE. ഫലസ്തീൻ ഉൾപ്പെടെ പശ്ചിമേഷ്യയിലെ പ്രശ്ന പരിഹാരത്തിന് അടിയന്തര നടപടി വൈകരുതെന്നും UAE ആവശ്യപ്പെട്ടു. UN മനുഷ്യാവകാശ ഹൈക്കമ്മീഷണർ ഡോക്ടർ വോൾക്കർ ടുർക്കുമായുള്ള കൂടിക്കാഴ്ചയിൽ UAE വിദേശകാര്യ സഹമന്ത്രി ലെനാസാക്കി നുസൈബിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. പശ്ചിമേഷ്യ ഉൾപ്പെടെ ലോകത്തുടനീളം മനുഷ്യാവകാശങ്ങളും സമാധാനവും പുരോഗതിയും ഉറപ്പാക്കാൻ കൂട്ടായ നീക്കമാണ് വേണ്ടതെന്ന് UAE മന്ത്രി ലെനാസാക്കി നുസൈബ പറഞ്ഞു. UN മനുഷ്യാവകാശ സമിതിയുമായി ചേർന്ന് കൂടുതൽ പ്രവർത്തിക്കാൻ തങ്ങൾ ഒരുക്കമാണെന്ന് UAE അറിയിച്ചു. ലോകത്തുടനീളം തുടരുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾ അമർച്ച ചെയ്യേണ്ടതിന്റെ ആവശ്യകത UN മനുഷ്യാവകാശ ഹൈക്കമ്മീഷണറും ചൂണ്ടിക്കാട്ടി. മനുഷ്യാവകാശ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിലൂടെ മാത്രമേ സമാധാനവും പുരോഗതിയും ഉറപ്പാക്കാൻ സാധിക്കുകയുള്ളൂവെന്ന നിലപാടാണ് UAE പിന്തുടരുന്നതെന്ന് മന്ത്രി ലെനാസാക്കി നുസൈബ വ്യക്തമാക്കി. ഗസയിൽ തുടരുന്ന യുദ്ധം മേഖലയിൽ സൃഷ്ടിക്കുന്ന പ്രത്യാഘാതങ്ങളും ചർച്ചയായി. UN-ലെ UAE സ്ഥിരം പ്രതിനിധി ജമാൽ അൽ മുഷാറക്കും കൂടിക്കാഴ്ചയിൽ സംബന്ധിച്ചു. മീഡിയ 1 ദുബൈ. കേന്ദ്ര വിദേശകാര്യമന്ത്രി S. ജയശങ്കർ ഖത്തർ സന്ദർശിച്ചു. ഖത്തർ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽ താനിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. ഒരു ദിവസത്തെ സന്ദർശനത്തിനാണ് കേന്ദ്ര വിദേശകാര്യമന്ത്രി ഡോക്ടർ S. ജയശങ്കർ ഖത്തറിലെത്തിയത്. ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുക, വ്യാപാരം, നിക്ഷേപം, ഊർജം, സുരക്ഷ, സാംസ്കാരിക വിനിമയം തുടങ്ങി വിവിധ മേഖലകളിൽ സഹകരണം ശക്തമാക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് സന്ദർശനം. മേഖലയിലെയും അന്താരാഷ്ട്ര തലത്തിലെയും സംഭവവികാസങ്ങൾ ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽ താനിയും വിദേശകാര്യമന്ത്രി S. ജയശങ്കറും വിലയിരുത്തി. ഗസയിലെ സാഹചര്യങ്ങൾ ഖത്തർ പ്രധാനമന്ത്രി S. ജയശങ്കറുമായി പങ്കുവച്ചു. ഇന്ത്യ ഖത്തർ ബന്ധം പുതിയ ഉയരങ്ങളിലെത്തിക്കാൻ സന്ദർശനം ഉപകാരപ്പെടുമെന്നും ചർച്ചകൾ തുടരുമെന്നും S. ജയശങ്കർ ട്വിറ്ററിൽ കുറിച്ചു. കഴിഞ്ഞ ഫെബ്രുവരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഖത്തർ സന്ദർശിച്ചിരുന്നു. മീഡിയ 1 ദോഹ. UAE-യിലെ 50-ലേറെ ജീവനക്കാരുള്ള സ്വകാര്യ കമ്പനികളിൽ 1% സ്വദേശികളെ കൂടി നിയമിക്കാനുള്ള സമയപരിധി അവസാനിച്ചു. നിയമം ലംഘിക്കുന്ന സ്ഥാപനങ്ങൾക്ക് നാളെ മുതൽ പിഴ ചുമത്തും. സ്വദേശിവൽക്കരണ നടപടികൾ കൂടുതൽ ശക്തമായി തുടരുമെന്നും അധികൃതർ അറിയിച്ചു. നടപ്പുവർഷത്തെ അർദ്ധവാർഷിക ടാർഗറ്റ് പൂർത്തിയാക്കാനുള്ള അവസാന തീയതിയായിരുന്നു ഇന്ന്. കമ്പനികൾ നിയമം പാലിച്ചിട്ടുണ്ടോ എന്ന പരിശോധന നാളെ മുതൽ നടക്കും. തുടർന്നാകും ശിക്ഷ ഉൾപ്പെടെയുള്ള നടപടികൾ. നിയമനം പൂർത്തിയായില്ലെങ്കിൽ ഈ വർഷം ഓരോ സ്വദേശിക്കും പ്രതിമാസം 8000 ദിർഹം എന്ന നിരക്കിലാകും പിഴ ഈടാക്കുക. കഴിഞ്ഞ വർഷം ഇത് 7000 ദിർഹമായിരുന്നു. രാജ്യത്തെ സ്വകാര്യ കമ്പനികൾ സ്വദേശി ജീവനക്കാരുടെ എണ്ണം ഓരോ വർഷവും 2% വർദ്ധിപ്പിക്കണമെന്നാണ് വ്യവസ്ഥ. ഇതുവരെ സ്വദേശിവൽക്കരണ ലക്ഷ്യങ്ങൾ നേടിയിട്ടില്ലാത്ത കമ്പനികൾ നാഫിസ് പ്രോഗ്രാമിന്റെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം പ്രയോജനപ്പെടുത്തണമെന്നും മന്ത്രാലയം ആവശ്യപ്പെട്ടു. സ്വദേശി പൗരന്മാരെ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന UAE പദ്ധതിയാണ് നാഫിസ്. 2026ഓടെ രാജ്യത്തെ 50-ലേറെ ജീവനക്കാരുള്ള സ്വകാര്യ സ്ഥാപനങ്ങളിൽ 10% സ്വദേശികളെ നിയമിക്കാനാണ് എമിറൈറ്റൈസേഷൻ പദ്ധതിയിലൂടെ UAE ലക്ഷ്യമിടുന്നത്. വർഷത്തിന്റെ ആദ്യ പകുതിയിൽ 1%വും രണ്ടാം പകുതിയിൽ ബാക്കിയും നിയമിക്കുകയാണ് വേണ്ടത്. ഈ വർഷം മുതൽ 20 മുതൽ 49 വരെ ജീവനക്കാരുള്ള ചെറുകിട സ്ഥാപനങ്ങളിലും ഒരു സ്വദേശിയെങ്കിലും നിയമിച്ചിരിക്കണമെന്നാണ് UAE മന്ത്രിസഭയുടെ തീരുമാനം. മീഡിയ 1 ദുബൈ. സൗദിയിലെ തൊഴിലില്ലായ്മ നിരക്ക് വീണ്ടും കുറഞ്ഞു. ഇത്തവണ 7.6%-ആയാണ് കുറഞ്ഞത്. നേരത്തെ 7.8%-ആയിരുന്നു തൊഴിലില്ലായ്മ നിരക്ക്. സ്റ്റാറ്റിസ്റ്റിക്സ് അതോറിറ്റിയാണ് കണക്കുകൾ പുറത്തുവിട്ടത്. 2017 സൗദിയിലെ തൊഴിലില്ലായ്മ നിരക്ക് 12.7%-ആയിരുന്നു. 2018-ൽ ഇത് 12.9%-ആയി ഉയർന്നു. പിന്നീട് 2019-ലും സമാനമായിരുന്നു സ്ഥിതി. 2020-ലാണ് നേരിയ കുറവ് ഇതിൽ പ്രകടമായത്. എന്നാൽ 2020 പകുതിയോടെ 15%-ആയി തൊഴിലില്ലായ്മ നിരക്ക് കുത്തനെ വർദ്ധിച്ചു. ഇതിനു പിന്നാലെയാണ് തൊഴിലില്ലായ്മ നിരക്ക് കുറയ്ക്കുവാനുള്ള പദ്ധതികൾ മന്ത്രാലയം ആരംഭിച്ചത്. പദ്ധതികളുടെ ഗുണം 2021 മുതൽ പ്രതിഫലിച്ചിരുന്നു. 2022 രണ്ടാം പാദം മുതലാണ് തൊഴിലില്ലായ്മ നിരക്ക് കുറഞ്ഞു തുടങ്ങിയത്.
കഴിഞ്ഞ വർഷത്തോടെ ഇത് 8.5% താഴുകയും ഈ വർഷാരംഭത്തോടെ 7.6% എത്തി നിൽക്കുകയും ചെയ്തു. വരും വർഷങ്ങളിൽ തൊഴിലില്ലായ്മ നിരക്ക് ഗണ്യമായി കുറയ്ക്കാനുള്ള ശ്രമത്തിലാണ് സൗദി ഭരണകൂടം. മീഡിയ 1 റിയാദ്. താമസ തൊഴിൽ നിയമങ്ങൾ ലംഘിച്ച് 8,000-ഓളം വിദേശികളെ ഒരാഴ്ചയ്ക്കിടെ സൗദിയിൽ നിന്ന് നാടുകടത്തി. 13,000-ലധികം നിയമലംഘകർ കഴിഞ്ഞയാഴ്ച സൗദിയിൽ അറസ്റ്റിലായിട്ടുണ്ട്. നിയമലംഘകർക്ക് അഭയം നൽകുന്നവർക്ക് കടുത്ത ശിക്ഷ ലഭിക്കുമെന്ന് ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. നിയമലംഘകരെ കണ്ടെത്തുന്നതിനായി നടത്തിയ സംയുക്ത ഫീൽഡ് പരിശോധനയിലാണ് കഴിഞ്ഞയാഴ്ച 13,400 പേർ അറസ്റ്റിലായത്. ഇതിൽ 8,700-ഓളം പേർ താമസ നിയമങ്ങൾ ലംഘിച്ചവരും 3,200-ഓളം പേർ അതിർത്തി സുരക്ഷാ സംവിധാനങ്ങൾ ലംഘിച്ചവരും 1,400-ലധികം പേർ തൊഴിൽ നിയമലംഘകരുമാണ്. നേരത്തെ പിടിയിലായ 8,000-ഓളം നിയമലംഘകരെ നാട് കടത്തുകയും ചെയ്തു. ഇതിനു പുറമെ 22,500-ഓളം പേർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ഇതിൽ 21,500 പേർ പുരുഷന്മാരും 1,000 പേർ സ്ത്രീകളുമാണ്. രാജ്യത്തേക്ക് അതിർത്തി വഴി നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്നതിനിടെ 1,000-ഓളം പേർ കഴിഞ്ഞയാഴ്ച പിടിക്കപ്പെട്ടു. അവരിൽ 36% യമൻ പൗരന്മാരും 62% എത്യോപ്യൻ പൗരന്മാരും 2% പേർ മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ളവരുമാണ്. നിയമലംഘകരെ അതിർത്തി വഴി സൗദിയിലേക്ക് കടത്താൻ ശ്രമിക്കുന്നവർക്ക് 15 വർഷം വരെ തടവും 1 ദശലക്ഷം റിയാൽ വരെ പിഴയും ശിക്ഷ ലഭിക്കും. കൂടാതെ ഇതിനായി ഉപയോഗിച്ച വാഹനം കണ്ടുകെട്ടുമെന്നും ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. ഗഫൂർ കൊണ്ടോട്ടി, മീഡിയ 1, ജിദ്ദ. ഭൂമി വാടക ഗണ്യമായി കുറച്ച് ഖത്തർ മുനിസിപ്പാലിറ്റി മന്ത്രാലയം. വ്യാവസായിക മേഖലയിലെ ഭൂമി വാടക 90% വരെയാണ് വെട്ടിക്കുറച്ചത്. മന്ത്രാലയത്തിന്റെ കീഴിലുള്ള ഭൂമിയുടെ വാടകയാണ് കുറച്ചത്. മുനിസിപ്പാലിറ്റി മന്ത്രാലയത്തിന്റെ ഉത്തരവ് പ്രകാരം ചില ആവശ്യങ്ങൾക്കുള്ള ഭൂമിയുടെ വാർഷിക വാടകയിൽ 90% വരെ കുറവുണ്ടാകും. വാണിജ്യ പ്രവർത്തനങ്ങൾക്കുള്ള ഭൂമിയുടെ വാർഷിക വാടക ചതുരശ്ര മീറ്ററിന് 100 റിയാലിൽ നിന്നും 10 റിയാലായി കുറച്ചു. ദേശീയ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ച പ്രോത്സാഹിപ്പിക്കുക, സ്വകാര്യ മേഖലയുടെ പങ്ക് വർദ്ധിപ്പിക്കുക, രാജ്യവികസനത്തെ പിന്തുണയ്ക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് നിർണായക തീരുമാനമെന്ന് മന്ത്രാലയം അറിയിച്ചു. വാണിജ്യ, വ്യവസായ, ലോജിസ്റ്റിക് പ്രവർത്തനങ്ങൾ, തൊഴിലാളികളുടെ താമസ ആവശ്യങ്ങൾക്കായുള്ള ഭൂമി എന്നിവയ്ക്കെല്ലാം ഇളവ് ബാധകമാണ്. ലോജിസ്റ്റിക് പദ്ധതികൾക്കായുള്ള ഭൂമിയുടെ വാടക 75% കുറയും. ചതുരശ്ര മീറ്ററിന് 20 റിയാലായിരുന്നു നേരത്തെ വാർഷിക വാടക. ഇനി 5 റിയാൽ മതിയാകും. വ്യാവസായിക ഭൂമിക്ക് നൽകിയിരുന്ന വാർഷിക വാടക 10 റിയാലിൽ നിന്ന് 5 റിയാലായി കുറയും. വിവിധ ആവശ്യങ്ങൾക്കായാണ് ഭൂമി ഉപയോഗിക്കുന്നതെങ്കിൽ മുഴുവൻ ഭൂമിയുടെയും പ്രതിവർഷ വാടക ചതുരശ്ര മീറ്ററിന് 10 റിയാലാണ്. തൊഴിലാളികളുടെ താമസ ആവശ്യങ്ങൾക്ക് മാത്രമായി ഉപയോഗിക്കുന്ന ഭൂമിയുടെ വാടകയും 1 സ്ക്വയർ മീറ്ററിന് 10 റിയാലായിരിക്കും. അതേസമയം വ്യാവസായികം അല്ലെങ്കിൽ ലോജിസ്റ്റിക് സ്ഥാപനങ്ങളിലെ തൊഴിലാളികളുടെ താമസത്തിന് സ്ഥാപനത്തോട് ചേർന്നുള്ള ഭൂമി ഉപയോഗിക്കുമ്പോൾ വാടക ചതുരശ്ര മീറ്ററിന് 5 റിയാലായി കുറയും. ഉൽപ്പന്നങ്ങളുടെ പ്രദർശനത്തിന് ഭൂമി ഉപയോഗിക്കുകയാണെങ്കിൽ വാടക 5 റിയാലാണ് നൽകേണ്ടത്. മുനിസിപ്പാലിറ്റി മന്ത്രാലയത്തിന് കീഴിലുള്ള വ്യാവസായിക മേഖലയുടെ ഭൂമിയുടെ കരാറുകൾ 25 വർഷത്തേക്കായിരിക്കുമെന്നും പുതിയ ഉത്തരവിലുണ്ട്. എന്നാൽ ഓരോ 5 വർഷത്തിലും വാടക അവലോകനം ചെയ്യും. കഴിഞ്ഞ ദിവസം വ്യവസായ വാണിജ്യ മന്ത്രാലയം വിവിധ ഫീസുകളിൽ 90%-ലധികം ഇളവ് വരുത്തിയിരുന്നു. മീഡിയ 1, ദോഹ. ഇലക്ട്രോണിക് സിഗരറ്റ് ഉപയോഗത്തിനെതിരെ ഖത്തർ പൊതുജനാരോഗ്യ മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ്. ഈ സിഗരറ്റിലെ രാസവസ്തുക്കൾ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് ആരോഗ്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. ഖത്തറിൽ ഇലക്ട്രോണിക് സിഗരറ്റ് വിൽപ്പനയും പരസ്യങ്ങളും നേരത്തെ തന്നെ നിരോധിച്ചിട്ടുണ്ട്. എന്നാൽ പുകവലിക്കാരിൽ 11%-ഓളം ഇ സിഗരറ്റ് ഉപയോഗിക്കുന്നതായാണ് റിപ്പോർട്ട്. ഈ സാഹചര്യത്തിലാണ് പൊതുജനാരോഗ്യ മന്ത്രാലയം മുന്നറിയിപ്പുമായി വീഡിയോ പുറത്തിറക്കിയത്. ഇ സിഗരറ്റിൽ ഉപയോഗിക്കുന്ന വിഷ രാസപദാർത്ഥങ്ങൾ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഹൃദ്രോഗം, പക്ഷാഘാതം, ക്യാൻസർ, മോണ, വായ, തൊണ്ട എന്നിവിടങ്ങളിലെ വ്രണങ്ങൾ, നിക്കോട്ടിൻ ആസക്തി, COPD തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇ സിഗരറ്റ് വഴിവെക്കും. പുകവലി നിർത്തുന്നതിനുള്ള മറുമരുന്നല്ല ഇ സിഗരറ്റ്. പുകവലി നിർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് മെഡിക്കൽ കൗൺസിലിംഗ് സേവനങ്ങൾ ലഭ്യമാണെന്നും മന്ത്രാലയം അറിയിച്ചു. പുകവലിക്കെതിരെ ഖത്തറിൽ വ്യാപകമായ ബോധവൽക്കരണ ക്യാമ്പയിനുകൾ നടക്കുന്നുണ്ട്. ഇലക്ട്രോണിക് ശീശവലിക്കെതിരെയും പൊതുജനാരോഗ്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മീഡിയ 1, ദോഹ. ഖത്തറിൽ ജൂലൈ മാസത്തിലെ ഇന്ധനവില പ്രഖ്യാപിച്ചു. ജൂണിലെ വിലയിൽ നിന്ന് മാറ്റമുണ്ടാകില്ലെന്ന് ഖത്തർ എനർജി അറിയിച്ചു. പ്രീമിയം പെട്രോൾ വില 1.95 ഖത്തർ റിയാലും
സൂപ്പർ ഗ്രേഡിന് 2.10 ഖത്തർ റിയാലുമായി തുടരും. ഡീസലിന് 2.05 ഖത്തർ റിയാലാണ് നിരക്ക്. അജ്മാനിൽ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് പെയ്ഡ് പാർക്കിംഗ് വ്യാപിപ്പിക്കുന്നു. നഗരത്തിലെ 3 സ്ഥലങ്ങളിൽ ഇന്ന് മുതൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ ഫീസ് ഈടാക്കുമെന്ന് അജ്മാൻ മുനിസിപ്പാലിറ്റി അറിയിച്ചു. അജ്മാൻ റിംഗ് റോഡ്, കോളേജ് സ്ട്രീറ്റ് എന്നിവയ്ക്ക് പുറമെ ഹമീദിയ മേഖലയിലെ ഇമാം ഷാഫി സ്ട്രീറ്റിലുമാണ് ഇന്നു മുതൽ പാർക്കിംഗ് ഫീസ് ഈടാക്കുക. ഇവിടുത്തെ പാർക്കിംഗ് മേഖലകൾ ദുരുപയോഗം ചെയ്യുന്നത് ഒഴിവാക്കാനും വാഹനങ്ങൾക്ക് മെച്ചപ്പെട്ട സൗകര്യം ഉറപ്പാക്കാനുമാണ് പെയ്ഡ് പാർക്കിംഗ് ഏർപ്പെടുത്തുന്നതെന്ന് അജ്മാൻ മുനിസിപ്പാലിറ്റി പറഞ്ഞു. ഈ മേഖലയിൽ വാഹനങ്ങൾ നിർത്തിയിടുന്നവർ ഇക്കാര്യം ശ്രദ്ധിക്കണം. പാർക്കിംഗ് ഫീസ് നൽകുന്നതിൽ വീഴ്ച വരുത്തുന്നവരിൽ നിന്ന് ഫൈൻ ഈടാക്കും. പാർക്കിംഗ് മേഖലയിലെ മീറ്ററുകൾക്ക് പുറമെ 5155 എന്ന നമ്പറിലേക്ക് നിശ്ചിത ഫോർമാറ്റിൽ SMS അയച്ചും പാർക്കിംഗ് ഫീസ് അടക്കാനാകും. മീഡിയ 1 അജ്മാൻ. സൗദിയിൽ രഹസ്യ വിവരങ്ങൾ കൈമാറുന്നവർക്കും സാക്ഷികൾക്കും ഇരകൾക്കും സംരക്ഷണം ഉറപ്പാക്കുന്ന നിയമം പ്രാബല്യത്തിൽ. കോടതി ഉൾപ്പെടെ ഇത്തരക്കാരുടെ പേര് വിവരങ്ങൾ രഹസ്യമായി കൈകാര്യം ചെയ്യും. കേസുകളിൽ തെളിവാക്കുന്ന ഡിജിറ്റൽ രേഖകളിലും രഹസ്യ സ്വഭാവവും സംരക്ഷണവും ഉറപ്പാക്കും. പുതിയ നിയമം ഇന്നു മുതൽ പ്രാബല്യത്തിലായി. ഈ വർഷം ആദ്യത്തിൽ സൗദി മന്ത്രിസഭ അംഗീകരിച്ച നിയമമാണ് ഇന്നു മുതൽ പ്രാബല്യത്തിലായത്. രാജ്യത്തിനും ജനങ്ങൾക്കും ഭീഷണി സൃഷ്ടിക്കുന്ന പ്രവർത്തനങ്ങൾ, വ്യക്തികൾ, കൂട്ടായ്മകൾ എന്നിവയെക്കുറിച്ച് വിവരങ്ങൾ കൈമാറുന്നവർ, പൊതുതാൽപര്യമുള്ള ക്രിമിനൽ കേസുകളിലെ സാക്ഷികൾ, ഇരകൾ, വിദഗ്ധർ എന്നിവർക്ക് സംരക്ഷണം ഉറപ്പു നൽകുന്നതാണ് പുതിയ നിയമം. ഇത്തരം വിഭാഗങ്ങളുടെ സംരക്ഷണം ഉറപ്പാക്കുന്നതിന് കോടതികൾക്ക് പ്രത്യേക നടപടികൾ സ്വീകരിക്കാനും നിയമം അനുമതി നൽകുന്നുണ്ട്. കോടതികളിലും അന്വേഷണ വിഭാഗങ്ങൾക്ക് മുന്നിലും എത്തുന്ന ഡിജിറ്റൽ തെളിവുകൾ, രേഖകൾ എന്നിവയിൽ ഇത്തരക്കാരുടെ പേരുവിവരങ്ങൾ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി ശബ്ദവും ചിത്രവും മാറ്റാൻ സാങ്കേതിക മാർഗങ്ങൾ വരെ ഉപയോഗപ്പെടുത്താനും അനുമതിയുണ്ട്. കോടതി വ്യവഹാര നടപടിക്രമങ്ങളിലും സംരക്ഷണം ഉറപ്പു നൽകും. പ്രതിഭാഗം ഇത്തരക്കാരെ കാണുന്നതും തിരിച്ചറിയുന്നതും തടയാൻ വേണ്ട നടപടികൾ സ്വീകരിക്കും. ഇവരുടെ വിവരങ്ങൾ പുറത്തുവിടുന്നവർക്കെതിരെ നിയമപരമായി നടപടി സ്വീകരിക്കാൻ ഇനി സാധിക്കും. എന്നാൽ ഇത്തരം വിഭാഗങ്ങളുടെ തെളിവുകളും മൊഴികളും തെറ്റാണെന്ന് തെളിയിക്കപ്പെട്ടാൽ ക്രിമിനൽ നടപടി പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യാനും നിയമത്തിൽ വ്യവസ്ഥയുണ്ട്. നൌഷാദ്, മീഡിയ 1 ദമ്മാം. ബിസിനസ് രഹസ്യങ്ങൾ ചോർത്തുന്നത് UAE-യിൽ കടുത്ത ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണെന്ന് പബ്ലിക് പ്രോസിക്യൂഷന്റെ മുന്നറിയിപ്പ്. ഇത്തരം കേസുകളിൽ പ്രതികൾക്ക് 1 വർഷം തടവും 20,000 ദിർഹം വരെ പിഴയും ലഭിക്കും. രഹസ്യം ചോർത്തുന്നത് സർക്കാർ ജീവനക്കാരാണെങ്കിൽ തടവ് 5 വർഷം വരെ നീളുമെന്നും പ്രോസിക്യൂഷൻ ഔദ്യോഗിക സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ മുന്നറിയിപ്പ് നൽകി. UAE-യിൽ സിറോ ബ്യൂറോക്രസി സംരംഭത്തിന്റെ പുതിയ ഘട്ടത്തിന് തുടക്കം. ഉദ്യോഗസ്ഥരുടെ ഇടപെടലുകളെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് സർക്കാർ സേവനങ്ങൾ വേഗത്തിലും കാര്യക്ഷമമായും ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് പദ്ധതി. 2000-ഓളം സർക്കാർ നടപടിക്രമങ്ങൾ ഒഴിവാക്കി സമയപരിധി 50% കുറയ്ക്കാൻ ലക്ഷ്യമിടുന്ന സംരംഭം കഴിഞ്ഞ നവംബറിലാണ് UAE സർക്കാർ പ്രഖ്യാപിച്ചത്. അബുദാബിയിലെ വിവിധ റോഡുകൾ ഭാഗികമായി അടച്ചിടുമെന്ന് അബുദാബി മൊബിലിറ്റി അറിയിച്ചു. ജൂലൈ 22 വരെ സയ്യിദ് ബിൻ ഷക്കബൂദ് സ്ട്രീറ്റിലെ ഒരു ലൈൻ അടച്ചിടും. ഇതിന്റെ എതിർദിശയിൽ ഗതാഗതം അനുവദിക്കും. E11 ഷെയ്ഖ് മക്തൂം ബിൻ റോഡ് ജൂലൈ 2 പുലർച്ചെ 6 വരെ ഭാഗികമായി അടച്ചിടും. അൽ ഷഹാമയിലേക്കുള്ള വലത് ലൈനാണ് ഈ ദിവസങ്ങളിൽ അടച്ചിടുക. ദുബൈയിൽ മൾട്ടി ക്യാബിൻ റോബോട്ടുകളുടെ സേവനം ഉടൻ ലഭ്യമാക്കും. ഒറ്റ ട്രിപ്പിൽ 1-ലധികം ഉപഭോക്താക്കൾക്ക് സാധനങ്ങൾ ഡെലിവറി ചെയ്യാൻ ശേഷിയുള്ള റോബോട്ടുകളാണ് മൾട്ടി ക്യാബിൻ റോബോട്ടുകൾ. പ്രമുഖ ലോജിസ്റ്റിക്സ് കമ്പനിയായ എറാമെക്സും ദുബായ് സംയോജിത സാമ്പത്തിക മേഖല അതോറിറ്റിയും ചേർന്നാണ് 3 മാസത്തെ പരീക്ഷണ സർവീസ് ആരംഭിക്കുന്നത്. സെപ്റ്റംബറോടെ സേവനം പൂർണ്ണ തോതിൽ എത്തിക്കാനാണ് ലക്ഷ്യം. അന്താരാഷ്ട്ര തലത്തിൽ ഡിജിറ്റൽ മേഖലയിൽ മികച്ച നേട്ടം കരസ്ഥമാക്കി കുവൈത്ത്. ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ ആഗോള സൂചികയിലാണ് കുവൈത്ത് 1-ാം സ്ഥാനം നേടിയത്. തുടർച്ചയായ 2-ാം വർഷമാണ് കുവൈത്ത് 1-ാം സ്ഥാനം നേടുന്നത്. രാജ്യത്തെ 99.7% വ്യക്തികളും 99.4% കുടുംബങ്ങളും ഇന്റർനെറ്റ് ആക്സസ് ചെയ്യുന്നുണ്ടെന്ന് കുവൈത്ത് ടെക്നോളജി റെഗുലേറ്ററി അതോറിറ്റി അറിയിച്ചു. ദുബായ് നഗരത്തിലെ പ്രധാന പാതയായ ഷെയ്ഖ് സായിദ് റോഡിനെയും ദുബായ് ഹാർബറിനെയും ബന്ധിപ്പിച്ച് പാലം നിർമ്മിക്കാൻ 43 കോടി ദിർഹമിന്റെ കരാർ. 1500 മീറ്റർ നീളത്തിലുള്ള പാലം ഷമൽ ഹോൾഡിംഗുമായി സഹകരിച്ചാകും നിർമ്മിക്കുക. ദുബായ് ഹാർബർ പ്രദേശത്തേക്ക് യാത്ര എളുപ്പമാക്കുന്ന പാലത്തിലൂടെ 2 ലൈനുകളിലായി മണിക്കൂറിൽ 6000 വാഹനങ്ങൾക്ക് കടന്നുപോകാൻ സാധിക്കും.
ദുബൈ ഹാർബറിലേക്ക് നേരിട്ട് പ്രവേശിക്കാൻ പാതയൊരുക്കുന്ന പാലം താമസക്കാരുടെയും സന്ദർശകരുടെയും യാത്ര എളുപ്പമാക്കുമെന്ന് റോഡ് ഗതാഗത അതോറിറ്റി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ബോർഡ് ചെയർമാനും ഡയറക്ടർ ജനറലുമായ മത്താർ അൽ തായർ പറഞ്ഞു. ദുബൈ അമേരിക്കൻ യൂണിവേഴ്സിറ്റിക്ക് സമീപത്തെ ഷെയ്ഖ് സായിദ് റോഡിലെ 5th ജംഗ്ഷൻ മുതൽ ദുബൈ ഹാർബർ സ്ട്രീറ്റ് വരെയാണ് പാലം. പദ്ധതി പൂർത്തീകരിക്കുന്നതോടെ മേഖലയിൽ ഗതാഗതം മെച്ചപ്പെടുകയും യാത്രാസമയം 12 മിനിറ്റിൽ നിന്ന് വെറും 3 മിനിറ്റായി കുറയുകയും ചെയ്യും. പാലം കടന്നുപോകുന്ന 4 ജംഗ്ഷനുകളുടെ ഉപരിതല വികസനവും പദ്ധതിയുടെ ഭാഗമാണ്. ഷെയ്ഖ് സായിദ് റോഡിലെ 5th ഇന്റർസെക്ഷൻ അൽ ഫലക് സ്ട്രീറ്റും അൽ നസീം സ്ട്രീറ്റും ചേരുന്ന കവല, കിങ് സൽമാൻ ബിൻ അബ്ദുൽ അസീസ് അൽ സൗദ് സ്ട്രീറ്റും അൽ നസീം സ്ട്രീറ്റും ചേരുന്ന കവല, ദുബൈ ഹാർബർ സ്ട്രീറ്റ് എന്നിവയുടെ ഉപരിതലമാണ് പദ്ധതിയുടെ ഭാഗമായി വികസിപ്പിക്കുക. മീഡിയ 1 ദുബൈ. ഖത്തറിലേക്ക് കടത്താൻ ശ്രമിച്ച നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കസ്റ്റംസ് പിടികൂടി. 2 ടണ്ണോളം പുകയില ഉൽപ്പന്നങ്ങളാണ് പെർഫ്യൂം ഷിപ്മെന്റിൽ ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ചത്. ഇന്റലിജൻസ് റിപ്പോർട്ടിനെ തുടർന്ന് കസ്റ്റംസ് നിരീക്ഷണം ഊർജിതമാക്കുകയായിരുന്നു. ആധുനിക സൗകര്യങ്ങളോടെ ഒമാനിലെ പുതിയ പഴം പച്ചക്കറി മാർക്കറ്റ് ബർക്ക വിലായത്തിലെ ഖസായിനിൽ പ്രവർത്തനം ആരംഭിച്ചു. സിലാൽ എന്ന പേരിലാണ് മാർക്കറ്റ് അറിയപ്പെടുന്നത്. അത്യാധുനിക സൗകര്യത്തോടെ അന്താരാഷ്ട്ര നിലവാരത്തിലാണ് മാർക്കറ്റ് പ്രവർത്തിക്കുന്നത്. പഴം, പച്ചക്കറി വ്യാപാര സ്ഥാപനങ്ങളെല്ലാം ഒറ്റക്കുടക്കീഴിലായി എന്നത് പുതിയ മാർക്കറ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. 170 മൊത്ത വ്യാപാര സ്ഥാപനങ്ങളാണ് പ്രവർത്തനം ആരംഭിച്ചത്. സ്ഥാപനങ്ങൾ അടുത്തടുത്തായതിനാൽ ഉപഭോക്താക്കൾക്ക് യഥേഷ്ടം ഉൽപ്പന്നങ്ങൾ തെരഞ്ഞെടുക്കാനും വാങ്ങാനും കഴിയും. അന്തർദേശീയ നിലവാരത്തിൽ നിർമ്മിച്ച മാർക്കറ്റിന് ഏറെ പ്രത്യേകതകളുണ്ട്. 5 ലക്ഷം ചതുരശ്ര മീറ്റർ സ്ഥലത്താണ് മാർക്കറ്റ് നിലകൊള്ളുന്നത്. മവേല സെൻട്രൽ മാർക്കറ്റിനെ അപേക്ഷിച്ച് ഏറെ സൗകര്യങ്ങളാണ് പുതിയ മാർക്കറ്റിലുള്ളത്. മാർക്കറ്റിനടുത്തായി 3000 പേർക്ക് താമസിക്കാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. സൗകര്യങ്ങൾ വർദ്ധിച്ചതിനാൽ ഒമാൻ സ്വദേശികൾ ഉൾപ്പെടെ നിരവധി പുതിയ വ്യാപാരികൾ മാർക്കറ്റിൽ കടകൾ ആരംഭിച്ചിട്ടുണ്ട്. മീഡിയ 1 മസ്കത്ത്. വാർത്തയിലേക്ക്. കുവൈത്ത് മംഗഫ് തീപിടുത്ത ദുരന്തത്തിൽപ്പെട്ടവർക്ക് നിയമസഹായത്തിനായി നോർക്ക ലീഗൽ കൺസൾട്ടന്റിന്റെയും സ്വദേശി അഭിഭാഷകന്റെയും സഹായം സർക്കാർ ലഭ്യമാക്കണമെന്ന് ഫിറ ആവശ്യപ്പെട്ടു. 4ാം ലോക കേരള സഭയിൽ പങ്കെടുത്ത് സംസാരിക്കുമ്പോഴായിരുന്നു ഫിറ കൺവീനർ ബാബു ഫ്രാൻസിസ് ആവശ്യം ഉന്നയിച്ചത്. വിവിധ വിഷയങ്ങൾ അടങ്ങിയ നിവേദനവും ചടങ്ങിൽ ഫിറ സ്പീക്കർക്ക് കൈമാറി. മംഗഫ് തീപിടുത്ത ദുരന്തത്തിൽ കുവൈത്ത് കേരള മുസ്ലിം അസോസിയേഷൻ അനുശോചന സദസ്സ് സംഘടിപ്പിച്ചു. ഫഹാഹിൽ മെഡെക്സ് മെഡിക്കൽ സെന്റർ ഓഡിറ്റോറിയത്തിൽ ചേർന്ന യോഗത്തിൽ OP ഷറഫുദ്ദീൻ അനുസ്മരണ പ്രമേയം അവതരിപ്പിച്ചു. ദുരന്തത്തിന് പിറകെ കുവൈത്ത് ഭരണാധികാരികളുടെ ഇടപെടലുകളിലും സഹായങ്ങളിലും യോഗം നന്ദി അറിയിച്ചു. കേന്ദ്ര പ്രസിഡന്റ് K ബഷീർ അധ്യക്ഷത വഹിച്ചു. KC അബ്ദുൽ കരീം, മുഹമ്മദ് അലി കടിഞ്ഞിമൂല എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ യൂസേഴ്സ് ഫീസ് കൂട്ടാനുള്ള തീരുമാനം പിൻവലിക്കണമെന്ന് പ്രവാസി വെൽഫെയർ ഖത്തർ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. ഭീമമായ ടിക്കറ്റ് നിരക്കിന് പുറമെ എയർപോർട്ട് യൂസേഴ്സ് ഫീസും കൂട്ടുന്നത് ഇരുട്ടടിയാണ്. കേന്ദ്ര സർക്കാർ ഇടപെട്ട് വർദ്ധിച്ച ചാർജ് പിൻവലിക്കാനുള്ള ഇടപെടൽ നടത്തണമെന്ന് പ്രവാസി വെൽഫെയർ ആവശ്യപ്പെട്ടു. ജില്ലാ പ്രസിഡന്റ് നസീർ ഹനീഫ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി താസീൻ അമീൻ, ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ സുന്ദരൻ, ബാബു സുകുമാരൻ, ജില്ലാ സെക്രട്ടറിമാരായ മുബീൻ അമീൻ, റിയാസ് മാഹീൻ, അസീം MT തുടങ്ങിയവർ സംസാരിച്ചു. തിരുവനന്തപുരം എയർപോർട്ടിലെ യൂസേഴ്സ് ഫീ വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം പിൻവലിക്കണമെന്ന് OICC സൗദി നാഷണൽ കമ്മിറ്റി ആവശ്യപ്പെട്ടു. കേരള സർക്കാർ അടിയന്തരമായി ഇടപെട്ട് വർദ്ധിപ്പിച്ച നിരക്ക് പിൻവലിക്കാൻ കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തണമെന്നും സൗദി നാഷണൽ കമ്മിറ്റി പ്രസിഡന്റ് ബിജു കല്ലുമല അഭ്യർത്ഥിച്ചു. മുഖ്യമന്ത്രി, നോർക്ക അധികൃതർ, കേരളത്തിൽ നിന്നുള്ള MPമാർ എന്നിവർക്ക് നിവേദനം നൽകുമെന്നും OICC അറിയിച്ചു. തിരുവനന്തപുരം എയർപോർട്ടിലെ യൂസേഴ്സ് ഫീ വർധനവ് വളരെ പ്രതിഷേധാർഹമാണ്. കേരളത്തിന്റെ തെക്കൻ ജില്ലകളിലും അതോടൊപ്പം തന്നെ തമിഴ്നാടിന്റെ തെക്കൻ ജില്ലകളായ കന്യാകുമാരി, നാഗർകോവിൽ, തിരുനെൽവേലി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു തീരുമാനം കൂടിയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. കേരളത്തിന്റെ മറ്റൊരു എയർപോർട്ടുകളിലും ഇല്ലാത്ത രീതിയിൽ യൂസേഴ്സ് ഫീ വർദ്ധിപ്പിക്കുവാനുള്ള തീരുമാനം തിരുവനന്തപുരം എയർപോർട്ട് ഉപയോഗപ്പെടുത്തുന്ന പ്രവാസികളായ യാത്രക്കാരോടുള്ള വലിയ നിഷേധാത്മകമായ നിലപാടാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അടിയന്തരമായി ഈ തീരുമാനം പുനഃപരിശോധിക്കുവാനും വർദ്ധിപ്പിച്ച യൂസേഴ്സ് ഫീ വർധനവ് പിൻവലിക്കുവാനുമുള്ള സത്വര നടപടികൾ കൈക്കൊള്ളണമെന്ന് OICC സൗദി നാഷണൽ കമ്മിറ്റിയുടെ പേരിൽ അഭ്യർത്ഥിക്കുകയാണ്. കേരളത്തിലെ പാലിയേറ്റീവ് കേന്ദ്രങ്ങൾക്കായി UAEയിലെ ആരോഗ്യ സ്ഥാപനമായ Med7 ഹെൽത്ത് കെയർ ഗ്രൂപ്പ് മെഡിക്കൽ ഉപകരണങ്ങൾ കൈമാറി. ദുബായ് KMCCയുടെ ജില്ലാ കമ്മിറ്റി വഴിയാണ് ഉപകരണങ്ങൾ പാലിയേറ്റീവ് കേന്ദ്രങ്ങളിൽ എത്തിക്കുക. ദുബൈയിൽ Med7 ഫാർമസിയുടെ ആസ്ഥാനത്ത് നടന്ന ചടങ്ങിലാണ്
10,000 ദർഹത്തിന് മുകളിൽ വിലമതിക്കുന്ന മെഡിക്കൽ ഉപകരണങ്ങൾ കേരളത്തിലെ പാലിയേറ്റീവ് കേന്ദ്രങ്ങൾക്കായി കൈമാറിയത്. മെഡ്7 ഇന്ത്യ ചെയർമാൻ ഡോക്ടർ മുഹമ്മദ് കാസിമിൽ നിന്ന് ദുബായ് KMCC തൃശൂർ ജില്ലാ പ്രസിഡന്റ് ജമാൽ മനയത്ത് ഉപകരണങ്ങൾ ഏറ്റുവാങ്ങി. ഇവ തൃശൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലെ പാലിയേറ്റീവ് കേന്ദ്രങ്ങളിൽ എത്തിക്കാനാണ് പദ്ധതി. ചടങ്ങിൽ മീഡിയ വൺ ഡയറക്ടർ ഡോക്ടർ അഹമ്മദ് തൊട്ടിയിൽ മുഖ്യാതിഥിയായിരുന്നു. മുഹമ്മദ് നൌഫൽ, ഡോക്ടർ MA ആരിഫ്, ജമാൽ മനയത്ത്, മീഡിയ വൺ മിഡിൽ ഈസ്റ്റ് എഡിറ്റോറിയൽ മേധാവി MCA നാസർ തുടങ്ങിയവർ സംസാരിച്ചു. KMCC ഭാരവാഹികളായ TS നൌഷാദ്, അബു ഷമീർ, ഹനീഫ തളിക്കുളം തുടങ്ങിയവരും മെഡ്7 ജീവനക്കാരും ചടങ്ങിൽ പങ്കെടുത്തു. മീഡിയ വൺ, ദുബായ്. മീഡിയ വൺ ഗൾഫ് മബ്രൂക്ക് ടോപ്പേഴ്സ് ദമ്മാം പരിപാടി വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. ദമ്മാം ഹെറിറ്റേജ് വില്ലേജിലേക്ക് രക്ഷിതാക്കളും അധ്യാപകരും ഒഴുകിയെത്തിയതോടെ ഓഡിറ്റോറിയം നിറഞ്ഞു കവിഞ്ഞു. അക്കാദമിക രംഗത്തെ മികവിനുള്ള ആദരം വിദ്യാർത്ഥികൾ ഏറെ ആവേശത്തോടെയാണ് ഏറ്റുവാങ്ങിയത്. ഇത്തവണ റെക്കോർഡ് എണ്ണം വിദ്യാർത്ഥികളാണ് ദമ്മാമിൽ നിന്നും മീഡിയ വൺ ആദരം ഏറ്റുവാങ്ങിയത്. നമുക്ക് നല്ലൊരു എൻകറേജ്മെന്റ് ആണ്. ഇനി ഭാവിയിലോട്ടുള്ള എക്സാംസിനും ഒക്കെ നല്ലൊരു എൻകറേജ്മെന്റ് ആയിരുന്നു. അടുത്ത ബാച്ചിനും കൂടി നല്ലൊരു പ്രോത്സാഹനമായിട്ടുള്ളൊരു പ്രോഗ്രാം ആയിരുന്നത്. ബേസിക്കലി ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തൊരു പ്രോഗ്രാം കൂടിയായിരുന്നു. I feel really pleased to attend such an amazing award function. Thank you for organizing such a nice award function. ഇത്രയും നല്ല പരിപാടി ആഘോഷിച്ച് നല്ല വൃത്തിയായിട്ട് നടത്തിയതിന് അതിന് മീഡിയ വണ്ണിന് നല്ല നന്ദിയുണ്ട്. I enjoyed the speech of the two first our special guests and it was a very memorable for me. നല്ല പരിപാടിയായിരുന്നു, ഞാൻ എൻജോയ് ചെയ്തു. You recognized all the achievers over here, so it will be really nice for us and a memorable one. First time in our life, so it is really enjoyable. Program വളരെ രസമായിരുന്നു. ആദ്യമായിട്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു കിട്ടുന്നത്. ഒരു 10th 90 above കിട്ടിയിട്ട് സർട്ടിഫിക്കറ്റ് ഒക്കെ തന്ന് മാധ്യമത്തിനും മീഡിയ വണ്ണിനും വളരെ താങ്ക്സ്. The program was amazing obviously and we enjoyed it and we are proud and thanks to Media One and especially our parents. Mabruk Gulf toppers for recognizing a student's abilities, their accomplishment and setting up this fantastic event for in a heritage village in Dammam. Thank you Media One. എനിക്കറിയത്തില്ലായിരുന്നു ഇങ്ങനെ ഉണ്ടായിരുന്നു. ഞാൻ വളരെ ഹാപ്പിയാണ്, എനിക്ക് ഇങ്ങനെ അപ്രിസിയേഷൻ കിട്ടി. താങ്ക് യു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതായത് കുട്ടികൾ ഇത്ര നാളെ കഷ്ടപ്പെട്ടതിൻ്റെ അതിനെ ഇങ്ങനെ ഒരു അവസരത്തിൽ ഒരു പ്ലാറ്റ്ഫോം തന്ന് അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. വിദ്യാർത്ഥികളുടെ കരിയറിൽ ഏറെ പ്രോത്സാഹനവും കൂടുതൽ മികവോടെ ഉന്നതങ്ങൾ കീഴടക്കാനുള്ള പ്രചോദനവും നൽകുന്നതാണ് മീഡിയ വണ്ണിന്റെ ആദരമെന്ന് പരിപാടിയിൽ പങ്കെടുത്ത സ്കൂൾ അധികൃതരും അധ്യാപകരും അഭിപ്രായപ്പെട്ടു. മീഡിയ വൺ, ദമ്മാം. അബുദാബി മലയാളി ഫോറം ഈദാഘോഷ പരിപാടി സംഘടിപ്പിച്ചു. വിവിധ മത്സരങ്ങൾ അരങ്ങേറി. സിനിമാ താരം അന്ന രാജൻ മുഖ്യാതിഥിയായി. അംബിക മോഹൻ, റഫീഖ് കായനായിൽ, ജയറാം റായ്, അഡ്വക്കേറ്റ് ബൽറാം സലീം, റാഷിദ് ഹമീദ്, അഷ്റഫ് എന്നിവർ പങ്കെടുത്തു. നിസാം പാലുവായി, ഇസ്മായിൽ തലങ്കര എന്നിവരുടെ നേതൃത്വത്തിൽ ഗാനമേളയും നടന്നു. കുവൈറ്റ് സെന്റ് പീറ്റേഴ്സ് ജ്ഞാന ഇടവക പെരുന്നാൾ ജൂലൈ 4 നടക്കും. ഫാദർ സിജിൽ ജോസഫ് വില്ലങ്ങൻപാറ കൊടിയുയർത്തി. കുർബാന, റാസ, നേർച്ച, വിളമ്പൽ എന്നിവ പെരുന്നാളിന്റെ ഭാഗമായി നടക്കും. പള്ളി ക്വയറിന്റെ നേതൃത്വത്തിൽ ക്രിസ്തീയ ഗാനാലാപനവും നടക്കും. ഇടവക കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. ഇടവേള. വാർത്തയിലേക്ക്. ദുബായ് എയർപോർട്ട് ഫ്രീ സോണിൽ സപ്ലൈ ചെയിൻ ഓഫീസ് തുറന്ന മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്. ആഗോളതലത്തിലെ ബിസിനസ് വിപുലീകരണ പദ്ധതികളുടെ ഭാഗമായാണ് പുതിയ ഓഫീസ് തുറന്നത്. ഏറ്റവും മികച്ച സംവിധാനങ്ങളാണ് പുതിയ കേന്ദ്രത്തിൽ ഒരുക്കിയിരിക്കുന്നത്. മലബാർ ഗ്രൂപ്പ് ചെയർമാൻ MP അഹമ്മദ്, മലബാർ ഗ്രൂപ്പ് വൈസ് ചെയർമാൻ KP അബ്ദുൽ സലാം, ഇന്റർനാഷണൽ ഓപ്പറേഷൻസ് മാനേജിംഗ് ഡയറക്ടർ ഷംലാൽ അഹമ്മദ്, ഇന്ത്യൻ ഓപ്പറേഷൻസ് മാനേജിംഗ് ഡയറക്ടർ O ആഷർ, സീനിയർ ഡയറക്ടർ C മായിൻകുട്ടി, ഹെഡ് ഓഫ് മാനുഫാക്ചറിംഗ് AK ഫൈസൽ ഉൾപ്പെടെയുള്ളവർ
ഉദ്ഘാടന ചടങ്ങിൽ സന്നിഹിതരായി. 6000 ചതുരശ്ര അടിയിൽ വ്യാപിച്ചു കിടക്കുന്നതാണ് പുതിയ ഓഫീസ്. മലബാർ ഗോൾഡിന്റെ നിലവിലെയും ഭാവിയിലെയും അന്താരാഷ്ട്ര പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതിൽ നിർണായക പങ്കായിരിക്കും ഈ കേന്ദ്രത്തിന്. അത്യാധുനിക ഡിസൈൻ സ്റ്റുഡിയോ ഉൾപ്പെട്ട പ്രോഡക്റ്റ് ഡെവലപ്മെന്റ് സെന്ററും ഇതിന്റെ ഭാഗമാണ്. മീഡിയ 1 ദുബായ്. സേവനം കുവൈത്ത് അംഗങ്ങൾക്കായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. റെസിഡൻഷ്യൽ സേഫ്റ്റി എന്ന തലക്കെട്ടിൽ നടന്ന പരിശീലന ക്ലാസിന് ബൈജു കിളിമാനൂർ നേതൃത്വം നൽകി. തുഷാർ ബോധവൽക്കരണ ക്ലാസ് ഉദ്ഘാടനം ചെയ്തു. മംഗഫിൽ നടന്ന അഗ്നിബാധയിൽ ജീവൻ പൊലിഞ്ഞവർക്ക് യോഗം ആദരാഞ്ജലി അർപ്പിച്ചു. സേവനം ഭാരവാഹികളായ സിബി, ജിനു, ജയകുമാർ ചെങ്ങന്നൂർ എന്നിവർ സംസാരിച്ചു. കുവൈത്തിലെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങുന്ന ഷൈജു പള്ളിപ്പുറത്തിനും കുടുംബത്തിനും ഫോക്ക് കുവൈത്ത് യാത്രയയപ്പ് നൽകി. ഫോക്ക് പ്രസിഡന്റ് ലിജീഷ് അധ്യക്ഷത വഹിച്ചു. ഫോക്ക് ഭാരവാഹികൾ ആശംസകൾ നേർന്നു. ഹരിപ്രസാദ്, രഞ്ജിത്ത് എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി. സൗദിയിൽ പൊതുസ്വത്തുക്കൾ നശിപ്പിച്ചാൽ കടുത്ത പിഴ. മുനിസിപ്പൽ മന്ത്രാലയത്തിന്റെ പുതിയ നിയമപരിഷ്കാരത്തിലാണ് പിഴയും ശിക്ഷയും കടുപ്പിച്ചത്. റോഡുകൾക്ക് കേടുപാട് വരുത്തുകയോ തടസ്സം സൃഷ്ടിക്കുകയോ ചെയ്താൽ 1 ലക്ഷം റിയാൽ വരെ പിഴ ചുമത്തും. മുനിസിപ്പൽ ഗ്രാമകാര്യ പാർപ്പിട മന്ത്രാലയമാണ് പുതിയ നിയമത്തിന്റെ കരട് പുറത്തിറക്കിയത്. പൊതുമുതൽ നശിപ്പിക്കുന്നവർക്കും കേടുപാടുകൾ വരുത്തുന്നവർക്കും കടുത്ത പിഴ ചുമത്താൻ വിഭാവനം ചെയ്യുന്നതാണ് നിയമം. ലംഘനത്തിലേർപ്പെടുന്നവർ നഷ്ടത്തിനാനുപാതികമായി നഷ്ടപരിഹാരം നൽകാൻ ബാധ്യസ്ഥനായിരിക്കും. റോഡുകൾക്ക് കേടുപാടുകൾ വരുത്തിയാൽ 1 ലക്ഷം റിയാൽ വരെ പിഴ ചുമത്താൻ അധികൃതർക്ക് നിയമം അനുമതി നൽകുന്നുണ്ട്. റോഡപകടങ്ങളെ തുടർന്നുണ്ടാകുന്ന നാശനഷ്ടങ്ങൾക്ക് തത്തുല്യമായ നഷ്ടപരിഹാരം ഈടാക്കും. എന്നാൽ അപകടം റോഡിന്റെ ശോചനീയാവസ്ഥ കാരണമാണെങ്കിൽ തത്തുല്യമായ നഷ്ടപരിഹാരം ബന്ധപ്പെട്ട വകുപ്പുകൾ നൽകേണ്ടിവരും. റോഡിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ നിക്ഷേപിക്കുക, വാഹനങ്ങളിൽ നിന്ന് മാലിന്യമോ മറ്റു കരവസ്തുക്കളോ റോഡിലേക്കിടുക, റോഡ് കയ്യേറുക, ഭാഗികമായോ പൂർണ്ണമായോ തടസ്സപ്പെടുത്തുക തുടങ്ങിയ നിയമലംഘനങ്ങൾക്ക് 3000 റിയാൽ പിഴയും തടവ് ശിക്ഷയും അനുഭവിക്കേണ്ടിവരും. റോഡുകൾ, ഡ്രെയിനേജ് ചാനലുകൾ, മാലിന്യശേഖരണ സംവിധാനങ്ങൾ എന്നിവ നശിപ്പിച്ചാൽ അവയുടെ അറ്റകുറ്റപ്പണികൾക്കാവശ്യമായ ചിലവ് നിയമലംഘകരിൽ നിന്നും ഈടാക്കും. ഒന്നിലധികം നിയമലംഘകരുണ്ടെങ്കിൽ പിഴത്തുക എല്ലാവരിൽ നിന്നുമായാണ് ഈടാക്കുക. നൌഷാദ് റിക്കൂർ, മീഡിയ 1, ദമ്മാം. മസ്കത്തിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള വിമാന സർവീസുകൾ എയർ ഇന്ത്യ നിർത്തി. ശനിയാഴ്ച മസ്കത്തിൽ നിന്നും ഡൽഹിയിലേക്കുള്ള അവസാന വിമാനവും പറന്നുയർന്നതോടെ എയർ ഇന്ത്യയും ഓർമ്മയാവുകയാണ്. ഹൈദരാബാദ്, ചെന്നൈ, ബംഗളൂരു, മുംബൈ, ഡൽഹി എന്നീ സെക്ടറുകളിലേക്കാണ് മസ്കത്തിൽ നിന്ന് എയർ ഇന്ത്യക്ക് സർവീസ് ഉണ്ടായിരുന്നത്. എന്നാൽ ടാറ്റ എയർ ഇന്ത്യ ഏറ്റെടുത്ത ശേഷം ഒന്നൊന്നായി സർവീസുകൾ നിർത്തുകയായിരുന്നു. മസ്കത്തിൽ നിന്നുള്ള ഹൈദരാബാദ് സർവീസാണ് ആദ്യം നിർത്തിയത്. പിന്നീട് മസ്കത്ത് ചെന്നൈ സർവീസും നിർത്തലാക്കി. അടുത്തിടെ മസ്കത്ത് മുംബൈ സർവീസുകളും അവസാനിപ്പിച്ചു. ആദ്യകാലത്ത് മസ്കത്തിൽ നിന്ന് എയർ ഇന്ത്യ മാത്രമാണ് സർവീസ് നടത്തിയിരുന്നത്. മസ്കത്ത് മുംബൈ സർവീസാണ് ഇതിൽ പ്രധാനപ്പെട്ടത്. തിരുവനന്തപുരം സർവീസ് തുടങ്ങുന്നതിന് മുൻപ് മലയാളികൾ അടക്കമുള്ളവർ മുംബൈ വഴിയാണ് നാട്ടിലെത്തിയത്. എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസ് ആരംഭിക്കുന്നതിന് മുൻപ് തിരുവനന്തപുരത്ത് നിന്ന് മസ്കത്തിലേക്ക് എയർ ഇന്ത്യയാണ് സർവീസ് നടത്തിയിരുന്നത്. മീഡിയ 1, മസ്കത്ത്. കേരള ഫുട്ബോൾ അസോസിയേഷൻ ബഹ്റൈന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന സൂപ്പർ കപ്പ് 2024 മത്സരങ്ങൾക്ക് ജൂലൈ 4 തുടക്കമാകും. ജൂലൈ 27 വരെ ഹൂറ അൽ തീൽ ഗ്രൗണ്ടിൽ നടക്കുന്ന മത്സരങ്ങളുടെ ലോഗോ പ്രകാശനം മീഡിയ 1 സൂപ്പർ കപ്പ് സമാപന വേദിയിൽ നടന്നു. KFA പ്രസിഡന്റ് സലാം ചത്തോലി, സെക്രട്ടറി സജാദ് സുലൈമാൻ, ട്രഷറർ തസ്ലീം, എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എന്നിവരുടെ സാന്നിധ്യത്തിൽ ബഹ്റൈൻ പാർലമെന്റ് അംഗങ്ങൾ ലോഗോ പ്രകാശനം നിർവഹിച്ചു. IBS ഗ്രൂപ്പ് ഓഫ് എഡ്യൂക്കേഷൻസ് ചെയർമാൻ മുള്ളത്ത് രാധാകൃഷ്ണൻ അന്തരിച്ചു. 74 വയസ്സായിരുന്നു. ബാബ ആറ്റമിക് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് മുൻ ഉദ്യോഗസ്ഥനും പെരുമ്പിലാവ് റെഡ് സ്റ്റാർ പോളി പ്രോഡക്ട്സ് സ്ഥാപകനുമാണ്. IBS എഡ്യൂക്കേഷണൽ സർവീസ്, ആർക്കൈവ്, സ്റ്റഡി അബ്രോഡ് സ്ഥാപനങ്ങളുടെ ഡയറക്ടർമാരായ സന്ദീപ് മേനോൻ, ദീപക് മേനോൻ, ദിലീപ് മേനോൻ എന്നിവർ മക്കളാണ്. സംസ്കാരം നാളെ ഉച്ചയ്ക്ക് 2:30 വീട്ടുവളപ്പിൽ നടക്കും. തിരുവനന്തപുരം സ്വദേശി മസ്കത്തിൽ മരിച്ചു. കട്ടായിക്കോണം സ്വദേശി ദീപു രവീന്ദ്രനാണ് മരിച്ചത്. ദി മൂവേഴ്സ് കമ്പനി ജീവനക്കാരനായിരുന്നു. ഷാർജയിലെ താമസ കെട്ടിടത്തിൽ അഗ്നിബാധ. ഷാർജ അൽ മജാസ് 2 ഏരിയയിലെ ജമാൽ അൽ ദുന്നസാർ സ്ട്രീറ്റിലെ
താമസ കെട്ടിടത്തിലായിരുന്നു തീപിടുത്തം. കെട്ടിടത്തിന്റെ 10-13 നിലകളിലാണ് തീ പടർന്നത്. സിവിൽ ഡിഫൻസ് വിഭാഗം എത്തി തീ അണച്ചു. മുൻകരുതൽ നടപടിയെന്ന നിലയിൽ കെട്ടിടത്തിലെ മുഴുവൻ പേരെയും അടിയന്തരമായി ഒഴിപ്പിക്കുകയായിരുന്നു. നിരവധി മലയാളികളും കെട്ടിടത്തിൽ താമസക്കാരായുണ്ട്. പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം ഗൾഫ് ലൈഫിൽ ഷഹാനയുണ്ടാകും. നമസ്കാരം.